തന്റെ പിശുക്ക് കൊണ്ട് 25 വയസ്സ് വരെ തന്റെ അമ്മയും അച്ഛനെയും ദേഷ്യപ്പെടുത്തി രമേശ് എന്ന 30 വയസ്സ് ചെക്കനെ കല്യാണം കഴിച്ച് അമ്മായിമ്മയുടെ വീടിന്റെ മുറ്റത്ത് നിന്നു അനാമിക. അമ്മായിമ്മ അകത്ത് ചെന്ന് ആരതി എടുത്ത് കൊണ്ടുവന്നു. ആരതിയിൽ കർപ്പൂരം ഉണ്ടായിരുന്നു. അനാമികയ്ക്ക് മനസ്സിലായി ആരതിയിൽ ഒരുപാട് കർപ്പൂരം ഇട്ട് കത്തിച്ചിരുന്നു. അത് കണ്ട്, അമ്മേ, നമുക്ക് കർപ്പൂര ഫാക്ടറി എന്തെങ്കിലും ഉണ്ടോ? എന്താ മോള് ചോദിച്ചേ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു 2 പേർക്ക് ആരതി എടുക്കാൻ 4 കർപ്പൂരങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, അതാ ചോദിച്ചേ. അങ്ങനെ അനാമിക ചോദിച്ച ചോദ്യം കേട്ട് ശാരദ, പ്രസാദ്, രമേശ് 3 പേരും പരസ്പരം നോക്കി. അവരെല്ലാവരെയും നോക്കി മനസ്സിലാക്കിയ അനാമിക ഇങ്ങനെ പറഞ്ഞു, കല്യാണം തന്നെ ഒരു രസമല്ലേ അമ്മേ? അതാ ഒന്ന് രസിപ്പിച്ചേ. ഇങ്ങനെ സീരിയസ് ആയി നോക്കണ്ട, നന്നായി ചിരിക്കൂ. ചിരിച്ച സന്തോഷമായിരിക്കാം. ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല. എടുത്തു വെച്ച പൈസയും അങ്ങനെ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് അനാമികയുടെ വാക്കുകൾ ചെവിയിൽ കൊള്ളാതെ ആരതി ഒഴിഞ്ഞ് മകനെയും മരുമകളെയും അകത്തേക്ക് വിളിച്ചു. അനാമിക വലതുകാൽ വെച്ച് വീടിനകത്ത് വന്ന് ഭർത്താവ് രമേശിനോട് പറഞ്ഞു, ഏട്ടാ, നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്നെ കൊണ്ടുപോകൂ. അങ്ങനെ പറഞ്ഞതും രമേശ്, ശാരദ, പ്രസാദ് 3 പേരും നാണിച്ചു. അത് ശ്രദ്ധിച്ച് അനാമിക ഇങ്ങനെ പറഞ്ഞു, അയ്യോ, നിങ്ങളുടെ കാലുള്ളപ്പോ എന്തിനാ എന്റെ കാല് വാരുന്നു എന്നതിനു വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ. അങ്ങനെ പറഞ്ഞതും ആർക്കും ഒന്നും മനസ്സിലായേയില്ല. അങ്ങനെ അനാമിക തന്റെ പിശുക്ക് ഒളിപ്പിക്കാൻ വേണ്ടി അമ്മായിമ്മയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വിശപ്പിലുണ്ടായിരുന്ന അമ്മായച്ചനും അമ്മായിമ്മയ്ക്കും 2 പേരും പരസ്പരം നോക്കിയിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോയി. അമ്മായച്ചനും അമ്മായിമ്മയും മരുമകൾ പറഞ്ഞതുപോലെ പരസ്പരം നോക്കിക്കൊണ്ടേയിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അനാമിക അവരുടെ അടുത്തേക്ക് വന്നു. അച്ഛാ, നിങ്ങളുടെ വിശപ്പ് മാറിയോ? വിശപ്പ് എങ്ങനെ മോളെ തീരും? അയ്യോ അച്ഛാ, ഭാര്യയുടെ കണ്ണോട് കണ്ണു നോക്കിയ ഭർത്താവിന് വിശപ്പ് മാറുമെന്ന്. ഒരുപക്ഷെ വിശപ്പാണെങ്കിൽ വയറ് നിറയുമെന്ന് സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മകൻ എന്നോട് പറയും, ഇനി വിശപ്പ് മാറിയില്ലെങ്കിൽ നിങ്ങൾ ശരിയായി നോക്കിയില്ലെന്ന് തോന്നുന്നു, വീണ്ടും നോക്കൂ. അങ്ങനെ അനാമിക പറഞ്ഞുടനെ തന്നെ ഷോക്കായ പ്രസാദ്, വീണ്ടും നോക്കണോ? വേണ്ട മോളെ, വേണ്ട, മതി, ഇന്ന് ഇത് മതി. നിങ്ങൾക്കും അമ്മയ്ക്കും എപ്പോ വിശപ്പ് തോന്നിയാലും ഇങ്ങനെ ഒരാളുടെ കണ്ണ് മറ്റൊരാൾ നോക്കിക്കോളൂ, നിങ്ങളുടെ വിശപ്പ് മാറും. ഞാൻ ഇഡ്ഡലി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വച്ചോളാം. അങ്ങനെ പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ വന്ന് ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോയി അനാമിക. അമ്മായച്ചൻ പ്രസാദ്, അമ്മായിമ്മ ശാരദ വളരെ ഷോക്കായി അവളെ തന്നെ നോക്കി നിന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അനാമിക പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് വന്നു. അവിടെ അവളുടെ കൂട്ടുകാരി വള്ളി ഉണ്ടായിരുന്നു. 2 പേരും കുറച്ചു നേരം സംസാരിച്ചു. അനാമികയ്ക്ക് കല്യാണം കഴിഞ്ഞെന്ന് വള്ളിയോട് അവൾ പറഞ്ഞു. അപ്പൊ കല്യാണ വിരുന്നൊന്നുമില്ലേ? അതിനെന്താ, തീർച്ചയായും തരാം. പക്ഷെ കല്യാണ വിരുന്നിന് ഫ്രണ്ട്സ് എല്ലാവരെയും വിളിക്കണ്ടേ? നമ്മുടെ കൂട്ടുകാരിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയില്ല. അത് നമുക്ക് അറിയില്ലല്ലോ. എല്ലാരും ഉണ്ടെങ്കിലേ വിരുന്ന് തരൂ, അല്ലെങ്കിൽ തരില്ലേ നീ? ഞാൻ എന്താ പറയുന്നേന്ന് മനസ്സിലാക്ക്. ഇപ്പൊ നിന്നെ കണ്ടു വിരുന്ന് ചോദിക്കുന്നു, ഞാനും തരാം. നാളെ വീണ്ടും വേറെ ആളെ കാണും, അവര് പാർട്ടി വേണമെന്ന് ചോദിക്കും. അങ്ങനെ ദിവസം കാണുന്നവർക്ക് ദിവസവും പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശരി അനാമിക, ഞാൻ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവരാം. എപ്പോഴാ നിന്റെ കല്യാണ പാർട്ടി എന്ന് പറ. അതിനെന്താ, ഈ ആഴ്ച ഞായറാഴ്ച വരൂ. എത്ര പേരുണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ പറഞ്ഞതും വള്ളി ഒരുപാട് സന്തോഷിച്ചു. അനാമികയുടെ ഫോൺ നമ്പർ വാങ്ങി അവിടെ നിന്ന് പോയി. 2 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വള്ളി ഫോൺ വിളിച്ച് 20 പേര് വരുമെന്ന് അനാമികയോട് പറഞ്ഞു. അത് കേട്ട് അനാമികയുടെ പിശുക്ക് ബുദ്ധി പണി ചെയ്യാനായി തുടങ്ങി. സൂപ്പർ ഐഡിയ ഒരെണ്ണം കിട്ടി. അതങ്ങനെ ചെയ്യണമെന്നവൾ കരുതി. ഈ കാര്യം അറിഞ്ഞ പ്രസാദ്, രമേശ്, ശാരദ എല്ലാവരും ഈ പിശുക്ക് മരുമകളുടെ വിരുന്ന് എങ്ങനെയുണ്ടെന്ന് കാണാൻ ആഗ്രഹിച്ചു. കൃത്യം വിരുന്ന് ദിവസം എത്തി. ഞായറാഴ്ച ദിവസം അവളുടെ കൂട്ടുകാർ വീട്ടിലേക്ക് വന്നു. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞ് അവരെ ഇരുത്താനായി അനാമിക പായ വിരിച്ചു. എന്താടി ഇത്? സോഫയുണ്ടല്ലോ. എല്ലാവർക്കും സോഫയിൽ ഇരിക്കാൻ പറ്റില്ല വള്ളി. അപ്പൊ കസേര ഇടണം. അയ്യോ, ഇനി എന്നെ മനസ്സിലായില്ലല്ലോ. നിങ്ങൾ എല്ലാരും വീട്ടിൽ പിന്നെ ഓഫീസിൽ കസേരയിലല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെ പായയിലിരിക്കുന്നത് വളരെ നല്ലതാ, ആരോഗ്യത്തിന് നല്ലതാ. അത് ശരി, വിരുന്ന് എവിടെ ഇടാൻ പോകുന്നു? ഇവിടെ തന്നെ, അതാ ആ പായയിലിരിക്കെ. അങ്ങനെ പറഞ്ഞ അനാമിക അകത്തേക്ക് ചെന്നു. വിരുന്നിന് വന്നു. വേറെ വഴിയില്ലാതെ എല്ലാവരും പായയിൽ ഇരുന്നു.
അനാമിക എല്ലാവർക്കും മുന്നിലും 5-6 കല്ല് വെച്ചു. ആ കല്ല് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അനാമിക, ഈ കല്ല് എന്തിനാണ്? പറയാൻ നിക്ക്, അത് അടുത്തേക്ക് വെച്ചോളൂ. അങ്ങനെ പറഞ്ഞ് അകത്ത് ചെന്ന് ഓരോ ഗ്ലാസ്സിലും കാലളവ് മാത്രം കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കൊണ്ടുവന്നു. ആ ഗ്ലാസ്സിൽ കാൽഭാഗമേ കൂൾ ഡ്രിങ്ക്സ് ഉള്ളൂ. വന്ന ദേഷ്യം കൺട്രോൾ ചെയ്ത് വള്ളി ചോദിച്ചു, അനാമിക, എന്താ ഇത്? ഇതുപോലെ അറിയില്ലേ, കൂൾ ഡ്രിങ്ക്സ് തണുപ്പുണ്ടാകും. അതിൽ നിങ്ങൾക്ക് തന്നെ കല്ലെടുത്തിടൂ, അപ്പൊ ഗ്ലാസ് ഫുള്ളാകും. പേടിക്കണ്ട, ആ കല്ല് മുഴുവനും ഞാൻ വൃത്തിയായി കഴുകിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതും വന്നവരൊക്കെ ആശ്ചര്യപ്പെട്ടു. ശാരദ, പ്രസാദ്, രമേശും വളരെ ആശ്ചര്യപ്പെട്ടു വാ തുറന്നു. വള്ളിയൊന്നും മിണ്ടാതെ തലയിൽ കൈവച്ചു. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ ബിരിയാണി തരാം. ചിക്കൻ ബിരിയാണിയാണോ മട്ടൻ ബിരിയാണിയാണോ? ആർക്ക് എന്താണ് വേണ്ടത് അത്. മട്ടൻ ബിരിയാണി വേണമെങ്കിൽ മട്ടൻ, ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ ചിക്കൻ. അങ്ങനെ പറഞ്ഞ് അകത്ത് ചെന്നു. വന്നതിൽ കുറച്ചു പേർക്ക് അവൾ ബിരിയാണി എങ്ങനെ കൊടുക്കുമെന്നറിയാൻ ആഗ്രഹം തോന്നി. മറ്റു ചില പേർ ബിരിയാണിയല്ലേ വയറു നിറയെ കഴിക്കാൻ ആഗ്രഹിച്ചു. അനാമിക എല്ലാവർക്കും ഇലയിട്ടു. എല്ലാവർക്കും ഒരു വെള്ളരിക്ക കഷ്ണം വെച്ചു, പിന്നെ ക്യാരറ്റ് കഷ്ണവും വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം കൊടുത്തു. കഴിക്കൂ. ബിരിയാണി എവിടെ അനാമിക? ആ അതെ അതെ, മറന്നുപോയി ഞാൻ. അങ്ങനെ പറഞ്ഞ് വീടിന്റെ വാതിൽ തുറന്നു. തോട്ടത്തിലുണ്ടായിരുന്ന മരത്തിൽ ഒരാടിനെ കെട്ടിയിട്ടിരുന്നു. ആ ആടിനെ കാണിച്ച് അനാമിക പറഞ്ഞു, ഇപ്പോ ആ ആടിനെ നോക്കി മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിക്ക്, എത്ര രുചിയാണെന്നറിയോ. അങ്ങനെ അനാമിക സിനിമയിലെ പോലെ പറഞ്ഞു. അപ്പൊ വന്നവർ അനാമികയുടെ പിശുക്കിന് ഒന്ന് നമസ്കരിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. അത് കണ്ട അനാമികയും ചിരിച്ചു. ശാരദ, പ്രസാദ്, രമേശ് 3 പേരും തലകറങ്ങി താഴെ വീണു. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞതും ഉറക്കത്തിന്ന് എഴുന്നേറ്റു അനാമിക. അടുത്ത് നോക്കിയതും അവിടെ രമേശ് ഇല്ല. ബാത്റൂം പോയിട്ടുണ്ടാകുമെന്ന് വെള്ളം കുടിക്കാനായി എഴുന്നേറ്റ് പുറത്തു വന്നു. ആ സമയം നോക്കി അനാമിക തോട്ടത്തിൽ തുറന്നിരുന്ന വാതിൽ നോക്കി ഷോക്കായി. ആ സമയത്ത് അനാമിക പറഞ്ഞു, എന്റെ അത്യാഗ്രഹി അമ്മായിമ്മയ്ക്ക് ആസ്തികളൊക്കെ എങ്ങനെ എഴുതി വാങ്ങാമെന്നറിയാം. പക്ഷെ ഉറങ്ങുന്നതിന് മുന്നേ വാതിലൊക്കെ ശരിയായി അടഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനേ അറിയില്ല. എന്ത് മനുഷ്യരാവോ. അങ്ങനെ പറഞ്ഞ് തുറന്നിരുന്ന തോട്ടത്തിലെ വാതിൽ അടയ്ക്കാൻ ചെന്നു. അപ്പൊ തോട്ടത്തിലുള്ള ബെഞ്ചിലിരുന്ന് ശാരദയും രമേശും സംസാരിച്ചു കൊണ്ടിരുന്നു. അത് അനാമിക നോക്കി നിന്നു. അനാമിക ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ കാര്യമറിയാതെ അമ്മയും മകനും അവർ 2 പേർക്കുമിടയും ഒളിപ്പിച്ചു വെച്ച രഹസ്യത്തിനെ കുറിച്ച് സംസാരിച്ചു. പ്രധാനമായി അനാമികയുടെ അച്ഛനെ കൊന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ പേടിക്കുന്ന? സ്വത്തിനു വേണ്ടിയല്ല അവളുടെ അച്ഛനെ കൊന്നത്. കൊന്നു എന്ന് പറയുന്നു. അപ്പച്ചന്റെ മരണത്തിന് പിന്നിൽ രമേശിന്റെ കയ്യുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വത്തിനു വേണ്ടി അമ്മയും മകനും ചേർന്ന് എന്റെ അച്ഛനെ കൊന്ന് ഒന്നും അറിയാത്തതുപോലെ പാവത്തിനെ പോലെ അഭിനയിക്കുന്നുണ്ട്. ഇവരെന്താ സംസാരിക്കുന്നതെന്ന് മുഴുവനായി കേൾക്കണം. ഇവർ ചെയ്ത കുറ്റങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വരാൻ പോകുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അനാമികയില്ലേ, അവളെന്നെ ജീവനോടെ വിടില്ലടാ. അവളുടെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞ് എന്നെ കൊല്ലും. അമ്മേ, അനാമിക അത്രയും ചെയ്യുന്നതിന് മുന്നേ അവളെ കൊല്ലാനല്ലേ വിചാരിക്കുന്നേ. ഇന്ന് രാത്രി അവളുടെ കഥ തീർക്കാം. എന്താമ്മേ പറ. അങ്ങനെ രമേശ് പറഞ്ഞത് കേട്ടതും അനാമിക ഷോക്കായി. ഉടനെ കുറിച്ച് ശ്രദ്ധിച്ച്, ഇത്രയും ദിവസം ഇദ്ദേഹം നല്ലവനാണെന്ന് കരുതി, പക്ഷേ നല്ലവന്റെ വേഷമിട്ട രാക്ഷസനാണെന്ന് ഇന്നാണ് മനസ്സിലായത്. സ്വത്തിനു വേണ്ടി എന്റെ അച്ഛനെ കൊന്നത് മാത്രമല്ലാതെ ഇന്ന് എന്നെ കൊല്ലാൻ തന്നെ 2 പേര് റെഡിയായി. നല്ല അമ്മയും മകനും തന്നെ. തെറ്റ് ചെയ്തവർ നന്നായി ജീവിച്ചതായി എവിടെയും ചരിത്രമേ ഇല്ല. നിങ്ങളുടെ പാവത്തിനൊക്കെ അനുഭവിക്കും. അങ്ങനെ അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അന്ന് ഒരു ദിവസം നിങ്ങളുടെ ദേഷ്യം 1 മിനിറ്റ് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു അമ്മേ. ശരിടാ, അന്ന് ആവേശത്തിൽ സത്യം തുറന്നു പറഞ്ഞു. ആ സമയത്ത് പോലും നീ എന്നെ എന്തെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ അത് എന്റെ പേര് പറയാതിരുന്നതാ. അതേ ദേഷ്യത്തിൽ നീയും ഞാനും ചേർന്ന് അമ്മായിച്ചന്റെ സ്വത്തിനു വേണ്ടി കൊന്നതറിഞ്ഞാൽ അപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ രമേശ് പറഞ്ഞത് കേട്ടതും അനാമിക കരയാൻ തുടങ്ങി. മരിക്കുന്നതിന് മുന്നേ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എന്തൊക്കെ പറയാൻ ആഗ്രഹിച്ചു എന്ന് ആലോചിച്ചുകൊണ്ട് മൗനമായി വിഷമിച്ചു കൊണ്ടിരുന്നു.
ഇതുവരെ അച്ഛന്റെ മരണത്തിന് കാരണം ഈ അമ്മായിമ്മയാണെന്ന് കരുതി ഇദ്ദേഹത്തോട് സംശയം തോന്നിയില്ല. പക്ഷേ സത്യം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. അമ്മയും മകനും ചേർന്ന് ആസ്തിക്ക് വേണ്ടി എന്റെ അച്ഛനെ കൊന്നുകളഞ്ഞു. ഇപ്പൊ എന്റെ നേരം വന്നു. സ്വത്തിന് വേണ്ടി എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്റെ അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലും. ഭർത്താവെന്ന ബന്ധവുമില്ല, അമ്മായിയമ്മയെന്ന സ്നേഹവുമില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവർ പറയുന്നത് കേട്ടു നിന്നു. അതൊക്കെ സംഭവിച്ചു. ഇപ്പൊ മരുമകളെ എങ്ങനെ കൊല്ലും? എപ്പോഴാ കൊല്ലുക? അങ്ങനെ അമ്മായിമ്മ ചോദിച്ചതും മകൻ രമേശ് അവൻ ആദ്യമേ ചിന്തിച്ച പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. ആ പ്ലാൻ എല്ലാം തന്നെ അനാമിക കേട്ടു. അവിടെ ഇനിയും നിൽക്കുന്നത് നല്ലതല്ല എന്ന് നേരെ അവിടെ നിന്ന് ബെഡ്റൂമിലേക്ക് വന്നിരുന്നു. നിങ്ങൾക്ക് മാത്രം വിഷം വെച്ച് കൊല്ലാൻ അറിയൂ? എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ എന്നെ കൊല്ലാനായി 2 ദിവസം സമയമെടുത്തില്ലേ? നിങ്ങളെ ഞാൻ നാളെ തന്നെ കൊല്ലും. അങ്ങനെ ചിന്തിച്ച അനാമിക ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ചു കിടന്നു. അത് കഴിഞ്ഞ് രമേശും അടുത്തു വന്ന് കിടന്നു. അനാമികയ്ക്ക് അവരുടെ കാര്യങ്ങൾ രഹസ്യം. ഒന്നും അറിയില്ലെന്ന് കരുതി സമാധാനത്തോടെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ അനാമിക രാവിലെ എഴുന്നേറ്റ് വീട്ടുപണികൾ പാചകപ്പണികൾ ചെയ്തു. രാവിലെ 11:30 മണിയായി. ശാരദയും രമേശും ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ഹാളിലേക്ക് വന്നു. ടേബിളിൽ വന്നിരുന്നു. 2 പേരെ നോക്കി ചിരിച്ചുകൊണ്ടേ അനാമിക ഭക്ഷണം കൊടുത്തു. ശാരദ അനാമികയുടെ നോട്ടം ശ്രദ്ധിച്ചു. ശാരദ അനാമിക ചിരിക്കുന്നത് കണ്ട് പേടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താടി ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലും വിഷം വെച്ചിട്ടുണ്ടോ നീയെ? ആഹാ അമ്മേ, ഇങ്ങനത്തെ ഐഡിയൊക്കെ ഉണ്ടോ? എനിക്കതറിയില്ല. പാവം ചെയ്തത് നിങ്ങളാണ്. അത് കണ്ടത് ദൈവം. അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. കൊടുക്കുന്നത് ആ ദൈവമാണ്. ഞാനൊരു പാവം ചെയ്തിട്ടില്ല. നിങ്ങളുടെ പാവത്തിന് സമയം വരും. അപ്പൊ നിങ്ങൾ തന്നെ പോകും. അങ്ങനെ പറഞ്ഞ അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോയി അനാമിക. രമേശ് അമ്മയെ നോക്കി, അമ്മേ കെഞ്ചി ചോദിക്ക, അനാമികയ്ക്ക് ഇല്ലാത്ത ഐഡിയ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് ടിഫൻ കഴിച്ചു. ശാരദയും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ അനാമിക ഒരു കയ്യിൽ പേപ്പർ പേന മറ്റൊരു കയ്യിൽ വിഷമം കൊണ്ടുവന്ന് അവർ നോക്കുമ്പോഴേ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കണ്ട് അമ്മയും മകനും ഷോക്കായി. ഇത് സാധാരണ വിഷമല്ല അമ്മേ, പാമ്പിന്റെ തേളിന്റെ വിഷം കലർന്നതാണ്. മെല്ലെ പ്രവർത്തിക്കൂ. അങ്ങനെ പറഞ്ഞതും അമ്മയും മകനും 2 പേരും പേടിക്കാൻ തുടങ്ങി. മുട്ടുകുത്തി നിന്നുകൊണ്ട് രക്ഷിക്കൂ എന്ന് കൈകൂപ്പി പറഞ്ഞുകൊണ്ടിരുന്നു. അനാമിക ചെയറിലിരുന്ന് ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്റെ അച്ഛനും ഇങ്ങനെ മുട്ടുകുത്തി പറഞ്ഞിട്ടുണ്ടാകും. അയ്യോ മരുമകളെ, തെറ്റ് ചെയ്തു മോളെ. ഈ ബുദ്ധി എന്താണാവോ എനിക്ക് വന്ന് അറിയില്ല. നീ എന്നെ എങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ. ഉള്ളത് നീ മാത്രമല്ലേ? എന്തായാലും ഈ ആസ്തിയൊക്കെ നിനക്ക് മാത്രം വരും. പക്ഷേ അന്ന് എന്തു പറ്റി അറിയില്ല. തെറ്റുപറ്റി. അത് കഴിഞ്ഞ് ഞാൻ എത്ര കരഞ്ഞു എന്ന് നിനക്ക് അറിയില്ല മോളെ. അതെ അമ്മേ, ആ കാര്യം അന്നാണ് രാത്രി തോട്ടത്തിൽ കണ്ടത്. അത് കേട്ടതും അമ്മയും മകനും വീണ്ടും ഷോക്കായി. ഏത് സ്വത്തിനു വേണ്ടിയാണോ എന്റെ അച്ഛനെ കൊന്നത്, ആ സ്വത്തിനോട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥിക്കേ. രക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അനാമിക, നിന്റെ ആസ്തി നിനക്ക് തന്നെ തിരിച്ചു തരാം. ഞങ്ങളെ രക്ഷിക്കേ. അങ്ങനെ 2 പേരും അപേക്ഷിച്ചു കൊണ്ടിരുന്നു. കയ്യിലുണ്ടായിരുന്ന സ്വത്തിന്റെ പേപ്പറുകളൊക്കെ കൊണ്ടുവന്നു. ശാരദയും രമേശും അതിൽ ഒപ്പിട്ടു കൊടുത്തു. അപ്പോ ഡോക്ടർ കൃഷ്ണയ്ക്ക് അനാമിക ഫോൺ വിളിച്ചു. ഡോക്ടർ വന്ന് അവരെ ചെക്ക് ചെയ്തു. നിങ്ങളുടെ ശരീരത്തിൽ വിഷമുള്ളതായി ഒന്നുമില്ലല്ലോ അമ്മേ. അവളുടെ അച്ഛൻ അനുഭവിച്ച നരകവേദന നിങ്ങളും അനുഭവിക്കണമെന്ന് അനാമിക ചോദിച്ചു. പക്ഷെ ഞാൻ നന്നായി ചിന്തിച്ച് മരണത്തിന്റെ വക്കുവരെ അവരെ കൊണ്ടുപോയിട്ട് വാ, അപ്പോഴേ അവർക്ക് മനസ്സിലാകൂ എന്ന് പറഞ്ഞു. ഡോക്ടർ കൃഷ്ണ അങ്ങനെ പറഞ്ഞതും ശാരദയും രമേശും എഴുന്നേറ്റ് അനാമികയുടെ കാലിൽ വീണു. അവളുടെ അച്ഛന്റെ കാര്യത്തിൽ ചെയ്തത് തെറ്റെന്ന് മനസ്സിലാക്കി ക്ഷമ ചോദിച്ചതിനു ശേഷം നാളുകൾ കടന്നു. അമ്മയും മകനും മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങിയിരുന്നു. അത് കണ്ട് അനാമികയും സന്തോഷിച്ചു.